ഫെബ്രുവരി 5 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അഗാത്ത, വിശുദ്ധ അബ്രഹാം, വിശുദ്ധ അഡിലേഡ്, വിശുദ്ധ ആന്റണി ഡെയ്മൻ, വിശുദ്ധ അവിറ്റസ്. വിശുദ്ധ അഗാത്ത 251 കാലഘട്ടത്തിലാണ് വിശുദ്ധ അഗാത്ത ജീവിച്ചിരുന്നത്. സിസിലിയിൽ കത്താനിയായിലോ പലേർമോയിലോ ആണ് അഗാത്ത ജനിച്ചത്. സൗന്ദര്യവും സമ്പത്തും സമ്മേളിച്ചിരുന്ന ഈ കന്യക എത്രയും നിർമ്മലയായിരുന്നു. ഡേസിയൂസ് ചക്രവർത്തിയുടെ കീഴിൽ സിസിലി ഭരിച്ചിരുന്ന ക്വിൻറ്റി ലിയാനൂസ് അഗാത്തയുടെ ഒരു ഗുണവിശേഷങ്ങളെപ്പറ്റി കേട്ടപ്പോൾ അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. പ്രസ്തുത ലക്ഷ്യത്തോടുകൂടി അഗാത്ത ക്രിസ്ത്യാനിയാണെന്ന കുറ്റം ചുമത്തി ഒരു ദുഷ്ടസ്ത്രീയുടെ മേൽനോട്ടത്തിൽ അവളെ പാർപ്പിച്ചു. പാപകരമായ ബന്ധത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ജീവനും സ്വാതന്ത്ര്യവും വിട്ടുതരാമെന്ന് ഗവർണർ അവളെ അറിയിച്ചു. ക്രിസ്തുവാണ് എൻ്റെ ജീവിതവും ലക്ഷ്യം എന്നായിരുന്നു അവളുടെ പ്രത്യുത്തരം. ക്രുദ്ധനായ ഗവർണർ അവളുടെ സ്തനങ്ങൾ മുറിച്ചു കളയിപ്പിച്ചു. കർത്താവ് അവളെ അത്ഭുതകരമായ വിധം സുഖപ്പെടുത്തിയെന്ന് 6-ാം നൂറ്റാണ്ടിലെ ഒരു ചരിത്രകാരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അനന്തരം അവളെ നഗ്നയായി ചരലിലിട്ട് ഉരുട്ടി. അപ്പോൾ തൻ്റെ പീഡകൾ അവസാനിപ്പിക്കണമെന്ന് അവൾ പ്രാർത്ഥിച്ചു. ജയിലിൽ വെച്ച് അവൾ മരിച്ചു. അടുത്ത കാലത്ത് അവളുടെ കുഴിമാടം തുറന്നപ്പോൾ ത്വക്ക് മുഴുവൻ അഴിയാതിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അഗാത്തയുടെ ശിരോവസ്ത്രമെടുത്ത് ജനങ്ങൾ ഘോഷയാത്ര നടത്തിയിരുന്നു. അത് എറ്റ്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോഴെല്ലാമാണ് ഇപ്രകാരം ജനങ്ങൾ ചെയ്തിരുന്നത്. പലോർമോയുടെയും കത്താനിയയുടെയും സ്വർഗീയ മധ്യസ്ഥയായിട്ടാണ് വിശുദ്ധ അറിയപ്പെടുന്നത്. തീയിൽ നിന്നുള്ള സംരക്ഷണത്തിന് വിശുദ്ധയോട് പ്രാർത്ഥിക്കാറുമുണ്ട്. അതുപോലെ തന്നെ സ്തനാർബുദം ബാധിച്ചവർക്കും ബലാത്സംഗ ഇരകൾക്കും നെസ്സുമാരുടെയും രക്ഷാധികാരിയായിട്ടാണ് തിരുസഭ വിശുദ്ധ അഗാത്തയെ അംഗീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ അഗാത്തയെ ഈ ലോകത്തിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയും പീഡനത്തിനിരയായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഈ കൊല്ലം ഇപ്പോൾ 10ാം തരം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.